Hello, my dear students. Welcome back to Emerging Trends in Management. ഇന്ന് നമ്മൾ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്നുള്ള സെക്കൻഡ് മോഡ്യൂളിലെ 23ാമത്തെ സെഷനിലേക്കാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട് എന്തൊക്കെയാണെന്ന് കണ്ടു. എയർവേസ്, റോഡ് വേസ്, വാട്ടർ വേസ് എല്ലാം അങ്ങനെയൊക്കെ ഉള്ളത് കണ്ടിരുന്നു. ഇന്ന് നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കൂടി കാണാം. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ. ഇത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ പെട്രോളിയം പ്രോഡക്ട്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷൻ. നാച്ചുറൽ ഗ്യാസ്, അതുപോലെ കോൾ സ്ലറി, ഇങ്ങനെയുള്ള പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ഉപകരിക്കുന്നതാണ്. ഒരുപാട് ലോങ് ഡിസ്റ്റൻസിലേക്കൊക്കെ നമുക്ക് ഈ പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ടേഷനിലൂടെ കൊണ്ടുപോകാൻ പറ്റും. ഇപ്പോൾ ഈ റിഗിൽ നിന്നൊക്കെ ഇതുപോലെയുള്ള പെട്രോളിയം പ്രോഡക്ട്സ് അതിൻ്റെ ഷോറിലേക്ക് കൊണ്ടുവരുന്ന പൈപ്പ് ലൈനിൽ കൂടെ തന്നെയാണ്. ഓക്കെ, ഇതിൻ്റെ ഫിക്സഡ് കോസ്റ്റ് വളരെ ഹൈ ആണ്, പക്ഷെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലോ ആണ്. പിന്നെ ഫ്ലെക്സിബിലിറ്റി കുറവാണ് അതിന്. ഓക്കെ, അതാണ്. പിന്നെ ലിമിറ്റഡ് കമോഡിറ്റീസ് മാത്രമേ കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അതുപോലെ പല ഫോറിൻ കൺട്രീസിലൊക്കെ ഇപ്പം നമുക്ക് വീടുകളിലെ ഗ്യാസ് കണക്ഷൻസും ഇതുപോലെ തന്നെ പൈപ്പ് ലൈനിലൂടെ ട്രാൻസ്പോർട്ടേഷനിലൂടെ സാധ്യമാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ അതുപോലെയുള്ള സംവിധാനങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. നിയർ ഫ്യൂച്ചറിൽ ചിലപ്പോൾ അത് വന്നുകൂടായികയില്ല. ഓക്കെ, അതാണ് പൈപ്പ് ലൈൻ ട്രാൻസ്പോർട്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ടുള്ള കാര്യമാണ്. ആദ്യം സ്പീഡ്, അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ റിക്വയർഡ് ടൈമിൻ്റെ ഉള്ളിൽ അതിപ്പം ഏത് ലൊക്കേഷനിലായാലും നമുക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി നമ്മുടെ ട്രാൻസ്പോർട്ടേഷനുണ്ട്. ഫ്ലെക്സിബിലിറ്റി, അതായത് ഫ്ലെക്സിബിലിറ്റി ഇൻ ദ സെൻസ് നമുക്ക് എവിടെ വേണമെങ്കിലും എത്താൻ പറ്റുന്ന രീതിയിൽ അതിന് യോജിച്ചതായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ട്രാൻസ്പോർട്ടേഷൻ വെഹിക്കിൾസ് അവൈലബിൾ ആണ്. പിന്നെ ഡിപ്പെൻഡബിലിറ്റി, നമുക്ക് കറക്റ്റ് ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂളിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഏതൊരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനും ഏതൊരു ടൈപ്പ് ഓഫ് വെഹിക്കിൾസിനും സാധ്യമാണ്. അതുകൊണ്ട് ഡിപ്പെൻഡബിൾ ആണ്. പിന്നെ കേപ്പബിലിറ്റി, എത്ര കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള വെഹിക്കിൾസ് ഉണ്ട്. പിന്നെ ഫ്രീക്വൻസി, നമുക്കിപ്പോൾ ഏത് ലൊക്കേഷനിൽ എത്ര തവണ വേണമെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധ്യമാണ്. അപ്പോൾ ഫ്രീക്വൻസി നമുക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടിൻ്റെ ക്യാരക്ടേഴ്സ്. ഓക്കെ, ഓക്കെ. ഇനി നമ്മുടെ നെക്സ്റ്റ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സേഫ്റ്റി. ഇപ്പം നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ആക്സിഡൻറ്റ് നടക്കാനുള്ള റിസ്ക് മിനിമൈസ് ചെയ്ത് ഡാമേജ് വരാനുള്ള സാധ്യതകൾ മിനിമൈസ് ചെയ്യാൻ അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവും. പിന്നെ കോസ്റ്റ്, ശരിക്കും നമ്മളുടെ എക്സ്പെൻഡിച്ചർ, നമ്മുടെ ഈ ട്രാൻസ്പോർട്ടേഷനിലെ കോസ്റ്റ് അത് ഓരോ പ്രോഡക്റ്റിൻ്റെ ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ് കവറേജ് ഇത് ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. അത് നമുക്ക് എക്കണോമിക്കൽ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത്. ഇനി നാലാമത്തെ നമ്മളുടെ ഈ ലോജിസ്റ്റിക്സിൻ്റെ എലമെൻ്റ് ആണ് വെയർ ഹൗസിങ്. എന്താണ് വെയർ ഹൗസിങ്? വെയർ ഹൗസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഗുഡ്സ് സ്റ്റോറിങ് ആണ് നടക്കുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഫ്രം ഡാമേജസ് ആൻഡ് തെഫ്റ്റ്. അങ്ങനെ തെഫ്റ്റിൽ നിന്നും ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്ത് നമ്മളുടെ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ശരിക്കും നമ്മുടെ സപ്ലൈ ആൻഡ് ഡിമാൻഡിനെ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് സഹായിക്കുന്നതാണ്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണോ ഒരു പ്രോഡക്റ്റിന് പ്ലേസ് യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ വെയർ ഹൗസിങ് നമുക്ക് ടൈം യൂട്ടിലിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇപ്പം എപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മാനുഫാക്ചറിൻ്റെ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നതും നമ്മുടെ കസ്റ്റമേഴ്സ് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നതും തമ്മിലുള്ള ദർ വിൽ ബി സം ടൈം ഗ്യാപ്പ്. അപ്പോൾ ആ ടൈം ഗ്യാപ്പിൽ നമുക്ക് ആ ടൈം ഗ്യാപ്പ് നികത്താനായിട്ട് നമുക്ക് വെയർ ഹൗസിങ് അനിവാര്യമാണ്. അപ്പോൾ എപ്പോഴും ഒരു കൃത്യമായിട്ടുള്ള സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് ഒരു ഫ്ലോയിൽ ഇൻട്രപ്ഷൻ ഇല്ലാതെ സപ്ലൈ ചെയ്യാൻ വെയർ ഹൗസിങ് വളരെയധികം സഹായിക്കുന്നതാണ്. പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്താലും വെയർ ഹൗസിംഗ് ആണ് ആ സ്റ്റോക്കിലൂടെ ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ഡിമാൻഡിനെ ഫേസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അത് മാത്രമല്ല വെയർ ഹൗസിംഗിൽ നമ്മൾ ഈ പറയുന്ന ഗുഡ്സ് സ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന് കൂടുതൽ പ്രൈസ് കിട്ടുമ്പോൾ അത് നമുക്ക് സെയിൽ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അത് മാത്രമല്ല പ്രത്യേകിച്ചും
അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, സീസണൽ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ അതിന് കൂടുതൽ പ്രൈസ് കിട്ടാനായിട്ട് വെയർ ഹൗസിംഗ് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് വെയർ ഹൗസിംഗിന് ടൈം യൂട്ടിലിറ്റി, ആ രീതിയിലൊക്കെയാണ് വെയർ ഹൗസിംഗ് നമുക്ക് ടൈം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. ഓക്കെ, ഓക്കെ, നമ്മുടെ ഈ വെയർ ഹൗസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ബേസിക് ആയിട്ട് വെയർ ഹൗസിംഗ് നമ്മളുടെ ഈ പറയുന്ന ഗുഡ്സിനെ സ്റ്റോർ ചെയ്ത് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ഫങ്ഷൻ. പിന്നത്തെ രണ്ടാമത്തെ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റിസ്കുകൾ വെയർ ഹൗസിംഗ് ഏറ്റെടുക്കുന്നുണ്ട്. ലൈക്ക് നമ്മുടെ പ്രോഡക്റ്റിന് ഡാമേജ് സംഭവിക്കാതെ, അതിന് യാതൊരു ഡിറ്റീറിയേഷൻ, അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു നഷ്ടം വരാതെ, അതിന് തെഫ്റ്റ് ഉണ്ടാവാതെ, ഫയറൊന്നും പിടിക്കാതെയുള്ള രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഫങ്ഷൻ കൂടി വെയർ ഹൗസിങ്ങിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെയർ ഹൗസിംഗിൽ വേറൊരു ഫങ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ ബൾക്ക് ക്വാണ്ടിറ്റീസിനെ ബ്രേക്ക് ചെയ്യുക, അതിന് ചെറിയ ക്വാണ്ടിറ്റീസ് ആക്കി മാറ്റുക, പിന്നെ ഈ പറയുന്ന പ്രോഡക്ട്സിനെ ഗ്രേഡിങ് ചെയ്യുക, അതിനെ പാക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം വെയർ ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളുടെ സീസണൽ ആയിട്ടുള്ള പ്രോഡക്ട്സിന് മാർക്കറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നത് വെയർ ഹൗസിംഗ് ആണ്. അപ്പോൾ അതിന് ഡിമാൻഡ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ടൈമിൽ അതിനെ കൂടുതൽ പ്രൈസിലേക്ക് മാർക്കറ്റിൽ ഇറക്കാനും വെയർ ഹൗസിംഗ് സഹായിക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഈ റിവേഴ്സ് ലോജിസ്റ്റിക്സിൽ റിട്ടേൺ ഗുഡ്സ് അത് ഡിസ്പോസ് ചെയ്യുന്നത് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് വെയർ ഹൗസിൽ സാധ്യമാണ്. അപ്പം ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മളുടെ പ്രോഡക്ട്സിന്റെ ടൈം യൂട്ടിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് വെയർ ഹൗസിംഗ് ആണ്. ഓക്കെ, സോ അതൊക്കെയാണ് നമ്മുടെ വെയർ ഹൗസിംഗിന്റെ ഫങ്ഷൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് ആണ്. എന്തൊക്കെ ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് ഉണ്ട്? അതിൽ ആദ്യം വരുന്നത് പ്രൈവറ്റ് വെയർ ഹൗസസ്. അതായത് ചില ഓർഗനൈസേഷൻ അവർക്ക് സ്വന്തമായിട്ടുള്ള വെയർ ഹൗസസ് ഉണ്ടാവും. അതിനെയാണ് പ്രൈവറ്റ് വെയർ ഹൗസസ്. അത് അവർക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അവര് അവരുടെ സ്വന്തമായിട്ടുള്ള ഗുഡ്സ് എല്ലാം അവിടെ തന്നെ, അതായത് ഇപ്പോൾ റോ മെറ്റീരിയൽസ് ആയാലും സെമി ഫിനിഷ് ഗുഡ്സ് ആയാലും ഫിനിഷ് ഗുഡ്സ് ആയാലും എല്ലാം അവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ വലിയ വലിയ മാനുഫാക്ചറേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ഇതുപോലെ അവർക്ക് സ്വന്തമായിട്ടുള്ള വെയർ ഹൗസസ് വെക്കാറുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഫ്ലെക്സിബിൾ ആയിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് ശരിക്കും അവരുടെ ഒരു പ്രസ്റ്റീജാണ്. സ്വന്തമായിട്ടൊരു വെയർ ഹൗസ് ഉണ്ടാവുക എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജാണ്. പക്ഷെ അതിൻ്റെ ഹൈ കോസ്റ്റ്, കൺസ്ട്രക്ഷൻ്റെ ഹൈ കോസ്റ്റും മെയിൻ്റനൻസും ഒക്കെ കോസ്റ്റ് കൂടുതലാവുന്നത് ആയതുകൊണ്ട് അതൊരു ഡ്രോബാക്ക് ആണ്. പ്രൈവറ്റ് വെയർ ഹൗസസ് പെട്ടെന്ന് അങ്ങനെ എല്ലാ ഓർഗനൈസേഷൻസിനും സ്വന്തമായിട്ട് വെയർ ഹൗസ് ഉണ്ടാക്കാനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാണ്. എങ്കിലും അത് ഫോം ചെയ്യുന്നവർക്ക് അതൊരു പ്രസ്റ്റീജാണ്. അതാണ് പ്രൈവറ്റ് വെയർ ഹൗസസ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് പബ്ലിക് വെയർ ഹൗസസ്. ഇത് ശരിക്കും ഏത് ബിസിനസ് ആർക്കും റെന്റലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വെയർ ഹൗസസ് ആണ് പബ്ലിക് വെയർ ഹൗസസ്. ഇത് ചില ഇൻഡിവിജ്വൽസോ കോപ്പറേറ്റീവ്സോ സൊസൈറ്റീസോ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻസോ ഒക്കെ ജനറലായിട്ട് നടത്തുന്ന ഇതാണ് പബ്ലിക് വെയർ ഹൗസിങ്സ്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ലോവറാണ് നമ്മുടെ പ്രൈവറ്റ് വെയർ ഹൗസസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ബിസിനസ് ഓർഗനൈസേഷൻസിനും വെയർ ഹൗസിങ്ങിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സ്പേസ് റെന്റലായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് ഈ പല ബിസിനസ് ഹൗസസിനും പല ബിസിനസ് ഓർഗനൈസേഷനും അത് വളരെ അഡ്വാൻറ്റേജ് ആണ്. കാരണം അവർക്ക് സ്വന്തമായിട്ട് ഒരു വെയർ ഹൗസ് ഹൈ കോസ്റ്റിൽ കൺസ്ട്രക്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള പബ്ലിക് വെയർ ഹൗസസ് റെന്റൽ എടുത്ത് ചെയ്യുന്നത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവാണ്. ഓക്കെ, അതാണ് പബ്ലിക് വെയർ ഹൗസസ്. അത് പല ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഒന്ന് ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസസ്. ഇതിൽ നമുക്ക് ഏത് ടൈപ്പ് പ്രോഡക്ട്സ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാം. ലൈക്ക് ഇപ്പോൾ റോ മെറ്റീരിയൽസ് വേണമെങ്കിലും വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ് ഗുഡ്സ് എല്ലാം നമുക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാം. അതാണ് ജനറൽ മെർക്കൻഡൈസ് വെയർ ഹൗസസ്. പിന്നെ ചില സ്പെഷ്യൽ കമോഡിറ്റി വെയർ ഹൗസസ് ഉണ്ട്. അതായത് ചില പർട്ടിക്കുലർ കമോഡിറ്റീസ് മറ്റുള്ള കമോഡിറ്റീസ് ആയിട്ട് നമുക്ക് ചേർത്ത് വെക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത്. ലൈക്ക് ഇപ്പോൾ കോട്ടൺ, സിമെൻറ്റ്, ടൊബാക്കോ, ചില പർട്ടിക്കുലർ ക്ലോത്തിങ്സ്, ഇതെല്ലാം നമുക്ക് സ്പെഷ്യൽ കമോഡിറ്റി വെയർ ഹൗസസിൽ കീപ്പ് ചെയ്യാം. പിന്നെ
റെഫ്രിജറേറ്റഡ് വെയർ ഹൗസസിൽ ഇപ്പം നമുക്ക് പെരിഷബിൾ ആയിട്ടുള്ള കമോഡിറ്റീസ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ലൈക്ക് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി പ്രോഡക്ട്സ്, മീറ്റ്, മെഡിസിൻസ് അങ്ങനെയുള്ള ഐറ്റംസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് റെഫ്രിജറേറ്റഡ് വെയർ ഹൗസസും അവൈലബിൾ ആണ്. ഇതൊക്കെ പബ്ലിക് വെയർ ഹൗസസിൽ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഓക്കെ സ്റ്റുഡൻസ്, ഇനി നമുക്ക് നമ്മുടെ പബ്ലിക് വെയർ ഹൗസിംഗിൽ ഒരു ടൈപ്പ് കൂടിയിട്ട്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബോണ്ടഡ് വെയർ ഹൗസിംഗ്. ഇത് ശരിക്കും നമ്മുടെ ഗവൺമെന്റ് സ്റ്റോറാണ്. ദാറ്റ് ഈസ് എക്സ്ക്ലൂസീവ്ലി മെന്റ് ഫോർ ഇമ്പോർട്ടഡ് ഗുഡ്സ്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഗുഡ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു ബോണ്ടഡ് വെയർ ഹൗസിൽ നമുക്ക് അവിടെ നിന്ന് നമ്മുടെ ഗുഡ്സ് നമുക്ക് റിലീസ് ചെയ്ത് എടുക്കാം. എങ്ങനെ പറ്റുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടഡ് ഡ്യൂട്ടി ഒക്കെ അടച്ചു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മുടെ ഗുഡ്സ് റിലീസ് ചെയ്തെടുക്കാം. അതാണ് ബോണ്ടഡ് വെയർ ഹൗസസ്. ഇനി ഫൈനലി വരുന്ന ഒരു, അപ്പോൾ നമ്മൾ പ്രൈവറ്റ് വെയർ ഹൗസ് എന്താന്ന് കണ്ടു, പബ്ലിക് വെയർ ഹൗസ് എന്താന്ന് കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കാറ്റഗറിയാണ് കോൺട്രാക്ട് വെയർ ഹൗസസ്. ഇത് ശരിക്കും പബ്ലിക് ആൻഡ് പ്രൈവറ്റിന്റെ ഒരു കോമ്പിനേഷനാണ്. അതായത് വെയർ ഹൗസിന്റെ ഒരു ഭാഗം നമുക്ക് ലോങ് ടേമിലേക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ ബിസിനസ് ഹൗസിന് കോൺട്രാക്റ്റിൽ കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ചില ഭാഗങ്ങൾ, ഒരു പോർഷൻസ് നമുക്ക് പബ്ലിക്കായിട്ട് പല ബിസിനസ് ഹൗസിന് റെന്റലായിട്ട് കൊടുക്കാം. ഓക്കെ, സോ ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ്ഡ് ആക്കാൻ പറ്റുന്നതാണ് എന്ത്, കോൺട്രാക്ട് വെയർ ഹൗസസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ടൈപ്സ് ഓഫ് വെയർ ഹൗസസ് വരുന്നത്. ഇതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്, മനസ്സിലാക്കി വയ്ക്കുക. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ടിൽ ദെൻ ഇറ്റ്സ് ബൈ ആൻഡ് ഓൾ ഓഫ് യു ടേക്ക് കെയർ. ഓക്കെ.